കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിനിടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റിന്റെ വീട്ടിലേക്ക് പടക്കം എറിഞ്ഞതായി പരാതി. മൂവാറ്റുപുഴ നഗരസഭ 1-ാം വാർഡിലാണ് സംഭവം. വിജയാഘോഷത്തിനിടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റിന്റെ വീട്ടിലേക്ക് പടക്കം എറിഞ്ഞതായി പരാതി. ഉഗ്രശക്തിയുള്ള പടക്കം പൊട്ടി വീടിന്റെ ചില്ലുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരസഭ 1-ാം വാർഡിലാണ് സംഭവം. ഇവിടെ കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK സുബൈറാണ് വിജയിച്ചത്. കോൺഗ്രസിലെ KK മുനീറിനെയാണ് പരാജയപ്പെടുത്തിയത്. പ്രചരണ ഘട്ടം മുതൽ ഇവിടെ UDF പ്രവർത്തകരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുബൈറിന്റെ അനുകൂലികളും തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നു. വോട്ടെടുപ്പിന്റെ തൊട്ടു മുൻപുള്ള രാത്രിയും തർക്കങ്ങളുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും പോളിംഗ് ബൂത്തിന് സമീപമുണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ സുബൈറിന്റെ വിജയം ഉറപ്പായതോടെ നടന്ന വിജയാഘോഷ പ്രകടനത്തിനിടെ KK മുനീറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായ അലി പുതിയടത്തിന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞത്. രാവിലെ 9-നും ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് 12-നും ഇതിലെ എത്തിയവർ വീട്ടിലേക്ക് പടക്കം എറിഞ്ഞതായാണ് അലി പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. നമ്മള് ഒരു 2:30 മണിയോടെ ഉച്ചയൂണിന് ശേഷം ഇവിടെ വീട്ടിലേക്ക് വന്ന ശേഷം നാളെ കുട്ടികൾക്ക് പരീക്ഷയോട് പഠിക്കാനുള്ളതുകൊണ്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഭീകരമായ അവസ്ഥ കാണുന്നത്. നോക്കിയപ്പോൾ ജനൽ പൊട്ടിയിരിക്കുന്നു, സിറ്റൗട്ടില് വെടിവെടി മറ്റേ സ്ഫോട വസ്തുക്കളുടെ അവശിഷ്ടങ്ങള്, വീടിനകത്ത് ചില്ല്, അതിന്റെ സെറ്റിയിൽ അങ്ങനെ നമുക്ക് വീടുകളിൽ നമുക്ക് വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഗുരുതരമായ അവസ്ഥയാണ്. അപ്പൊ തന്നെ പോലീസിന്റെ കൺട്രോൾ റൂമിൽ നമ്മൾ വിളിച്ചറിയിച്ചു. എന്റെ മകള് അപ്പൊ തന്നെ വിളിച്ച് കൺട്രോൾ റൂമിൽ വിളിച്ചു. പോലീസ് ഉടനെ വന്നു കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, ഇത് CA സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വന്നു. അങ്ങനെ അദ്ദേഹം വന്ന് പരിശോധിച്ചു, കേസ് എടുത്തിട്ടുണ്ട്, നമ്മൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആക്രമണം ഭയന്ന് അലിയും കുടുംബാംഗങ്ങളും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. അതിനാൽ വീട്ടിൽ ആരും ഇല്ലാതിരുന്നപ്പോഴാണ് പടക്കമെറിഞ്ഞതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അലിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.